നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയിലേക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാവർക്കും ആദ്യമായിട്ട് ശുഭദിനം നേരുന്നു. ഒരു ദിവസം മാർക്കറ്റ് അവധിക്ക് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ നിന്ന് അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ 2.9 ആണ് എക്സ്പെക്റ്റഡ് ആയ രീതിയിൽ വന്നതുകൊണ്ട് ഇന്നലെ US മാർക്കറ്റ് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ അതിഭീകരമായിട്ടുള്ളൊരു ഗ്യാപ്പ് ഒന്നും നിലവിലില്ല. ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. കാരണം FIs കഴിഞ്ഞ അവസാന നമ്മുടെ ട്രേഡിംഗ് ദിവസവും 2700 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ല് ചെയ്തിരുന്നു. DIs അതിന് സമാനമായ രീതിയിൽ ബൈ ചെയ്തെങ്കിൽ കൂടിയും മാർക്കറ്റിൽ ന്യൂട്രലാണ്. പുതിയ ഫണ്ട് ഇൻഫ്ലോ വരുന്നില്ല. ന്യൂട്രൽ രീതിയിൽ പോയി ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഫോൾ ആകുന്നുമില്ല, എന്നാൽ റാലി ചെയ്യുന്നുമില്ല എന്നുള്ളൊരവസ്ഥയിൽ ഒരു 24,000 മുകളിൽ 24,000 മേജർ സപ്പോർട്ട് സോണായിട്ട്, എന്നാൽ 24,350 ഒരു റെസിസ്റ്റൻസ് സോണായിട്ടൊക്കെ ഇങ്ങനെ നിലകൊള്ളുന്നത്. ഇനി ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. നമുക്ക് ഗ്ലോബൽ അപ്ഡേറ്റ്സുകളിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക്. നമ്മൾ ഇന്നലെ കണ്ടിരുന്നില്ല, അതുകൊണ്ട് ഏറ്റവും താഴെ നിന്ന് തുടങ്ങാം. നാസ്ഡാക്ക് 400 പോയിൻ്റ് റാലി, ഡോ 500 പോയിൻ്റ് റാലി, FTSE CSE 40 ഡാക്സ് യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ്, അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണ്. ഗോൾഡ് 2457 ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത്, ബ്രന്റ് ഓയിൽ 80, ബിറ്റ് കോയിൻ 57,000. ബിറ്റ് കോയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെ ഇൻഫോസിസ്, വിപ്രോ, HDFC എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇത് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. സെൻസെക്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. സെൻസെക്സിൻ്റെ എല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ സെൻസിബിൾ അവൈലബിൾ ആണ്. സെൻസെക്സ് 79,100 സ്പോട്ട് ഉള്ളത്. സപ്പോർട്ട് സോൺ 78,500. സപ്പോർട്ട് സോൺ എന്ന് പറയാൻ സാധിക്കില്ല, കാരണം സെൻസെക്സ് വളരെയധികം ശക്തമായിട്ട് ഇതിൻ്റെ പ്രീമിയംസ് എല്ലാം തന്നെ മൂവ് ചെയ്യും. സ്പോട്ട് കാണാം 79,000 ആണ്. നിഫ്റ്റിയുടെ സ്പോട്ട് 24,100 അപ്പോൾ ഈ സെൻസെക്സ് നിന്ന് നിഫ്റ്റി മൂവ് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു 3.3 ടൈംസ് സെൻസെക്സ് മൂവ് ചെയ്യും. ഈ നിലവിലുള്ള റെസിസ്റ്റൻസ് സോണുകളെല്ലാം തന്നെ 80,000 ആണ്. PCR 0.62 എന്ന നിലയിലാണ് ഇപ്പോൾ സെൻസെക്സിൻ്റെ നിലപ്പ്. ഇനി മാർക്കറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് വരാം. ഒല ഇലക്ട്രിക് നെറ്റ് ലോസാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണയും ലോസായിരുന്നു 267 കോടി രൂപ. ഈ തവണ 347 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. സ്പൈസ് ജെറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഇടിഞ്ഞ് 158 കോടി രൂപ. കഴിഞ്ഞ തവണ 197 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ റവന്യൂ 14% കുറഞ്ഞു. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റാണ് 340 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. 171 കോടി രൂപയിൽ നിന്നാണ് പ്രോഫിറ്റ് ഉയർന്നത്. മദ്രാസ് ഫെർട്ടിലൈസർ കമ്പനി, ഇവർ കഴിഞ്ഞ തവണ 34 കോടി രൂപ ലോസായിരുന്നു. ഇത്തവണ 40 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. സുപ്രജിത് എഞ്ചിനീയറിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്ന് 38 കോടി രൂപ. റവന്യൂ 8% ഉയർന്നു. KNR കൺസ്ട്രക്ഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 38% ഉയർന്നു 177 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. പോളിപ്ലെക്സ് കോർപ്പറേഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ്, അവർ 10 കോടി രൂപ കഴിഞ്ഞ തവണ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 97 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി പ്രോഫിറ്റ് വർദ്ധിച്ചു. പാരാസ്റ്റ് ഡിഫൻസ് കമ്പനി, ഇവർക്ക് 300 കോടി രൂപയുടെ ഓർഡർ L&T ലാർസൻ ടർബോയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. പവർമക്ക് കമ്പനിക്കും പുതിയൊരു ഓർഡർ ലഭിച്ചു 114 കോടി രൂപ. ഹിന്ദുജ ഗ്ലോബൽ കമ്പനി 14 കോടി രൂപയിൽ നിന്ന് ഇവർ 166 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. M&M കമ്പനി ഇവരുടെ പുതിയ താറ് SUV താറ് 13 ലക്ഷം രൂപക്ക് ലോഞ്ച് ചെയ്തു. ഇന്നലെ ഗംഭീര വാർത്തയായിരുന്നു. ഓട്ടോമൊബൈൽ മേഖലയിൽ ഒരു വലിയൊരു വാർത്തയാണ് M&Mൻ്റെ പുതിയ താറ് വന്നിട്ടുള്ളത്. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി ഇന്തോനേഷ്യയിൽ ഇവരുടെ പുതിയൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഇവർ കമ്മീഷൻ ചെയ്തു. JNK ഇന്ത്യ കമ്പനി 50 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. ബാലാജി അമിനീസ് കമ്പനി മഹാരാഷ്ട്രയിൽ ഇവരുടെ ഒരു പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് മഹാരാഷ്ട്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിയറൻസ് ലഭിച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനി 814 നിന്ന് 1437 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മൊസഡോഗിൻ്റെ നമ്മൾ റിസൾട്ട് കണ്ടു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ സമയത്തായിരുന്നു, അതുകൊണ്ട് തന്നെ മൊസഡോഗ് ക്ലോസിങ് ടൈമിൽ നല്ല സ്പൈക്ക് രേഖപ്പെടുത്തി. അപ്പോൾ ഈവൻ ഈ ഒരു ഡിഫൻസ് സെക്ടറിലുള്ള HCL, ഈ മൊസഡോഗ് തുടങ്ങിയ 2 കമ്പനീസിൻ്റെ റിസൾട്ട് മേ ബി ഇന്ന് റിയാക്ട് ചെയ്യപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നെഗറ്റീവ് ന്യൂസ് ഇല്ലാത്തത്
ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കും. എഫ് ഐസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സെല്ലിങ് അത് തുടർന്ന് പോകുന്നുണ്ട്. അവരുടെ സെല്ലിങ്ങിൽ നിന്ന് ബൈയിങ്ങിലേക്ക് ഒരു റിവേഴ്സൽ വരുമ്പോഴാണ് നിഫ്റ്റി വീണ്ടും ഇനി 25,000 എന്ന റേഞ്ചിലേക്ക് പോകുന്നത് നമുക്ക് സാധ്യമാകുക. കാരണം എഫ് ഐസ് വിൽക്കുന്നതിന് ഈക്വലൻ്റ് ആയിട്ടാണ് ഡി ഐസ് ബൈ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റി എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇവർക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കില്ല. ഈ ഒരു എഫ് ഐസ് ഡി ഐസിൻ്റെ ബൈയിങ് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എഫ് ഐസിൻ്റെ സെല്ലിങ്ങും അവർക്കത് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കില്ല. അതിനൊരു റിവേഴ്സൽ വരുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ റേഞ്ചിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. ഇനി ഗ്ലോബലി ഈ യു എസിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് അതിനൊരു ഗ്ലോബൽ ട്രെൻഡ് റിവേഴ്സലായിട്ട് വഴിമാറുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാധ്യതകൾ ഉള്ളതുകൊണ്ടാകാം കഴിഞ്ഞ ദിവസം നമ്മളുടെ മാർക്കറ്റിൽ ടോപ്പ് ഗെയിനേഴ്സിൽ 5 കമ്പനിയും ഐ ടി കമ്പനീസ് വന്നിട്ടുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം യു എസിലുള്ള റേറ്റ് കട്ടൊക്കെ ആകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഐ ടി കമ്പനീസാണ് നിഫ്റ്റീനെ വലിയൊരു ഫോളിൽ നിന്നെല്ലാം തന്നെ രക്ഷിച്ചിട്ടുള്ളത്. HDFC ബാങ്കിൻ്റെ എല്ലാം തന്നെ നമ്മളൊരു ഫോള് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇന്ന് എസ് ബി ആയിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളുണ്ട്. കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് എസ് ബി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ന്യൂസുകളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് SBI ഫോക്കസിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ സെൻസെക്സിൻ്റെ കണ്ടു. അതുപോലെ തന്നെ നിഫ്റ്റിയുടെയും ഏറെക്കുറെ സമാനമാണ്. PCR എല്ലാം തന്നെ 0.7 എന്ന നിലയിലാണുള്ളത്. ഈ പറഞ്ഞ PCRും ഒരു 1 മുകളിൽ പോകുമ്പോഴാണ് ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതൽ വരുന്നത്. PCR 1 മുകളിൽ പോകുമ്പോഴാണ്. അപ്പോൾ അതും PCRനെ നമ്മൾ വാച്ച് ചെയ്യണം. എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയുടെയും ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ PCRും ബാങ്ക് നിഫ്റ്റിയുടെ PCRും ഏറെ നാൾ വിഭിന്നമായിട്ട് ഇരിക്കാറില്ല. 1-2 ദിവസങ്ങളിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ PCR വിഭിന്നമായേക്കാം. അത് നിഫ്റ്റിയുടെ PCR പോകുന്നതനുസരിച്ചാണ് ബാങ്ക് നിഫ്റ്റിയുടെയും PCR പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫോക്കസ് ചെയ്താലും മതി, നിഫ്റ്റി തന്നെ പിടിക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു ട്രെൻഡ് റിവേഴ്സലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നിക്ഷേപകരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ വളരെ സൂൺ തന്നെ അത് സംഭവിക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വൈകിട്ട് 7 മണിക്ക് നമ്മുടെ Q&A സെക്ഷൻ്റെ ഗൂഗിൾ ഫോം ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ദിനം നേരുന്നു. താങ്ക് യു.